എഫ്രൈമിനെയും മനസ്സായെയും അനുഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എഫ്രൈമിനെയും മനസ്സായെയും അനുഗ്രഹിക്കുന്നു. പിതാവിന് സുഖമില്ലെന്ന് കേട്ട് ജോസഫ് മക്കളായ മനസ്സായെയും എഫ്രൈമിനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. മകനായ ജോസഫ് വരുന്നുണ്ട് എന്ന് യാക്കോബ് കേട്ടു. അവൻ ശക്തി സംഭരിച്ചു കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. യാക്കോബ് ജോസഫിനോട് പറഞ്ഞു, സർവശക്തനായ ദൈവം കാനാൻ ദേശത്തുള്ള ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നെ സന്താന സമൃദ്ധിയുള്ളവനാക്കി നിന്റെ സംഖ്യ വർദ്ധിപ്പിക്കും. നിന്നിൽ നിന്നും ഞാൻ സന്തതികളെ പുറപ്പെടുവിപ്പിക്കും. നിനക്ക് ശേഷം ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ നിത്യാവകാശമായി നൽകും. ഞാൻ ഈജിപ്തിൻ നിന്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് ഈജിപ്തിൽ വെച്ച് നിനക്കുണ്ടായ പുത്രന്മാരിരുവരും എഫ്രൈമും മനസ്സായിയും എൻ്റേതാണ്. റൂബനും ശിമെയോനും എന്ന പോലെ അവരെൻ്റേതായിരിക്കും. അവർക്ക് ശേഷം നിനക്കുണ്ടായ സന്തതികൾ നിൻ്റേതായിരിക്കും. അവർക്ക് ലഭിക്കുന്ന അവകാശം അവരുടെ സഹോദരങ്ങളെ പേരിലായിരിക്കും അറിയപ്പെടുക. ഞാൻ പാതാളിൽ നിന്നും പോയപ്പോൾ വഴിക്ക് കാനാൻ ദേശത്ത് വെച്ച് എന്നെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് റാഹേൽ മരിച്ചു. എഫ്രാത്തയിലെത്താൻ കുറച്ചു ദൂരം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബെത്ലഹേം എന്നറിയപ്പെടുന്ന എഫ്രാത്തയിലേക്കുള്ള വഴിയിൽ ഞാൻ അവളെ അടക്കി. ജോസഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇസ്രയേൽ ഇവരാരാണ് എന്ന് ചോദിച്ചു. ജോസഫ് പറഞ്ഞു, ഇവർ എൻ്റെ മക്കളാണ്, ഇവിടെ വെച്ച് ദൈവം എനിക്ക് തന്നവർ. അവൻ പറഞ്ഞു, അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇസ്രയേലിന് പ്രായം കൊണ്ട് കണ്ണുകൾ മങ്ങി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ജോസഫ് അവരെ അവൻ്റെ അടുത്ത് കൊണ്ടു ചെന്നു. അവൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇസ്രയേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ ഇതാ, നിന്റെ മക്കളെ കൂടി കാണാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ജോസഫ് കുട്ടികളെ അവൻ്റെ അടുത്തുനിന്ന് മാറ്റിയിട്ട് നിലം പറ്റി കുനിഞ്ഞ് നമസ്കരിച്ചു. ജോസഫ് എഫ്രൈമിനെ തൻ്റെ വലത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രയേലിൻ്റെ ഇടത്ത് കൈക്ക് നേരെയും മനസ്സായെ ഇടത്ത് കൈകൊണ്ട് പിടിച്ച് ഇസ്രയേലിൻ്റെ വലത്ത് കൈക്ക് നേരെയും നിർത്തി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. എന്നാൽ ഇസ്രയേൽ കൈകൾ പിണച്ച് വലങ്കൈ ഇളയവനായ എഫ്രൈമിൻ്റെ തലയിലും ഇടം കൈ മനസ്സായുടെ തലയിലും ആണ് വെച്ചത്. മനസ്സയായിരുന്നുവല്ലോ കടിഞ്ഞൂൽ പുത്തൻ. അവൻ ജോസഫിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്ന് വരെ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഇടയനായിരുന്നു ദൈവം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ കാത്തുവന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും നാമം അവരിൽ നിലനിൽക്കട്ടെ. അവർ ഭൂമിയുടെ മധ്യത്തിൽ ശക്തമായ ഒരു സമൂഹമായി വളർന്നു വരട്ടെ. തൻ്റെ പിതാവ് വലങ്കയും എഫ്രൈമിൻ്റെ തലയിൽ വച്ചത് ജോസഫിന് ഇഷ്ടമായിട്ടില്ല. എഫ്രൈമിൻ്റെ തലയിൽ നിന്നും മനസ്സായുടെ തലയിലേക്ക് മാറ്റാൻ അവൻ പിതാവിൻ്റെ കൈക്ക് പിടിച്ചു. ജോസഫ് പിതാവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങനെയല്ല, ഇവനാണ് മൂത്ത മകൻ, വലങ്കൈ ഇവൻ്റെ തലയിൽ വയ്ക്കുക. അവൻ വഴങ്ങിയില്ല. അവൻ പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം. അവനിൽ നിന്നും ഒരു ജനതയുണ്ടാകും, അവനും വലിയവനാകും. എന്നാൽ അവൻ്റെ അനുജൻ അവനേക്കാൾ വലിയവനാകും. അവൻ്റെ സന്തതികളോ അനവധി ജനതകളും. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ നാമം ഉച്ചരിച്ച് ദൈവം നിങ്ങളെ എഫ്രൈമിനെയും മനസ്സായെയും പോലെ ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇസ്രയേലിൽ അനുഗ്രഹം ആശംസിക്കപ്പെടുക. അവൻ എഫ്രൈമിനെ മനസ്സായിക്ക് മുൻപനാക്കി. അത് കഴിഞ്ഞ് ഇസ്രയേൽ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഇതാ മരിക്കാറായി. ദൈവം നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് നിന്നെ തിരികെ കൊണ്ടുപോവുകയും ചെയ്യും. നിന്റെ സഹോദരന്മാർക്ക് നൽകിയ ഓഹരിയേക്കാൾ കൂടുതലായി വാളും വില്ലും കൊണ്ട് അമേര്യരുടെ കയ്യിൽ നിന്നും ഞാൻ പിടിച്ചടക്കിയ ശേഖയും നിനക്ക് തന്നിരിക്കുന്നു.